ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ കേക്കിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് നമുക്ക് ബേക്ക് ചെയ്യാതെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ ഒരു കേക്കാണ്. ഈ കേക്ക് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടാണ്. ഇത് ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രെഡ് 5 എണ്ണം, ബട്ടർ 200 ഗ്രാം, പഞ്ചസാര പൊടി 1/2 കപ്പ്, ഡാർക്ക് ചോക്ലേറ്റ് 100 ഗ്രാം, ചോക്ലേറ്റ് ഗനാഷ് 1/2 കപ്പ്, കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ. ഇവയാണ് ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് 5 സ്ലൈസ് ബ്രെഡാണ്. ബ്രെഡ് നിങ്ങൾ എടുക്കുമ്പോൾ അല്പം വലിയ ബ്രെഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ ബ്രെഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പറ്റ ചെറുതായി പോവും. അതുകൊണ്ട് അല്പം വലിയ ബ്രെഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് ഈ കേക്ക് കവർ ചെയ്യാനുള്ള ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് ഒരല്പം വലിയ ബൗളാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 200 ഗ്രാമിൻ്റെ ബട്ടർ വേണം. അതും കൂടെ ഈ ബൗളിലേക്ക് ഇടാം. ഈ ബട്ടർ നിങ്ങൾ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കണം. ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിൻ്റെ പുറത്ത് വെച്ചിട്ട് നല്ല പോലെ തണുപ്പ് പോയതിന് ശേഷം മാത്രം ഇതുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതിനെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യണം. ഇതിനായിട്ട് ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് ഹൈ സ്പീഡിൽ ഒരു 2 മിനിറ്റ് നിർത്താതെ ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു വൈറ്റ് കളറായിട്ട് മാറും. അതുവരെ നമുക്കിതിനെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബട്ടർ സൈഡിലൊക്കെ ഒന്ന് പറ്റി പിടിക്കും. അപ്പോൾ നമുക്കിതൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് സൈഡത്തേക്ക് ഒന്ന് നടുഭാഗത്തേക്ക് ആക്കിയിട്ട് വീണ്ടും ഇതിന് 1 മിനിറ്റ് ഒന്ന് നിർത്താതെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടർ കണ്ടില്ലേ, നല്ല പോലെ കളറൊക്കെ ചേഞ്ചായി വൈറ്റ് കളറായി നല്ല പോലെ ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഈ ഫോം ആവുന്നത് വരെ നമുക്ക് ബട്ടറിനെ ബീറ്റ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ഈ പഞ്ചസാരയും ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. പഞ്ചസാര ചേർത്തതിന് ശേഷം വീണ്ടും നമുക്കിതിനെ 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നിർത്താതെ ബീറ്റ് ചെയ്യണം. ഇപ്പോൾ കണ്ടില്ലേ, ബട്ടറും പഞ്ചസാരയൊക്കെ നല്ല പോലെ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് ചോക്ലേറ്റ് ഗനാഷാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഗനാഷാണ്. ഇനി ഇതിനെയും കൂടെ നമുക്ക് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഇതിലേക്ക് ബീറ്റ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പി മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി കാണാത്തവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആവശ്യമുള്ളവർ പോയി കാണുക. ഇനി ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ന്യൂട്ടെല്ല വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ന്യൂട്ടെല്ല ഉപയോഗിക്കുകയാണെങ്കിൽ അതും 1/4 കപ്പ് എടുത്താൽ മതി. ഇപ്പോൾ ഇതിനെയും ഇതിലേക്ക് നല്ല പോലെ ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ചേർത്തിട്ട് അതിനെയും കൂടെ ഇതിലേക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിനു മുമ്പ് നമുക്കിതിൻ്റെ സൈഡിലൊക്കെ ഉള്ളതൊന്ന് ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നടുവശത്താക്കി കൊടുത്തിട്ട് വേണം നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ. ഇതിനെ ഇനി നല്ല പോലെ തിക്കാവുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 4-5 മിനിറ്റ് നിർത്താതെ ബീറ്റ് ചെയ്യണം. അപ്പോഴേ ഇത് നല്ല പോലെ തിക്കായി വരുള്ളൂ.
ഇപ്പോൾ ഇത് നല്ല പോലെ തിക്കായി ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്യൽ നിർത്താം. എന്നിട്ട് നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. നമുക്ക് ഈ സൈഡ് വശത്തൊക്കെ ഉള്ളതിനെ നമുക്കൊരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ ഒന്ന് ഇതിൻ്റെ നടുവശത്തേക്കാക്കിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബ്രെഡ് എടുത്തിട്ട് കേക്ക് ബോർഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കേക്ക് ബോർഡ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു പ്ലേറ്റിൽ വെച്ച് ചെയ്താലും മതി. ഇനി ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊന്ന് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിനെ നമുക്ക് ആദ്യം ഫസ്റ്റ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നല്ല പോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇപ്പം ഷുഗർ സിറപ്പ് നല്ലപോലെ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ ക്രീം ഇതിൻ്റെ മുകളിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ബ്രെഡിനെ ഈ ക്രീമേറ്റ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് അടുത്ത ബ്രെഡ് വെക്കുക. എന്നിട്ട് അതിനെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഷുഗർ സിറപ്പ് കൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെയും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ നമ്മൾ തയ്യാറാക്കിയ ക്രീം കൊണ്ട് കവർ ചെയ്യാം. ഇതുപോലെ നമുക്ക് 5 ബ്രെഡിനെയും ഓരോ ലെയർ ആയിട്ട് ആദ്യം ബ്രെഡ് വെക്കുക, എന്നിട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യുക, അതിനുശേഷം ക്രീം കൊണ്ട് കവർ ചെയ്യുക. അങ്ങനെ 5 ബ്രെഡിനെയും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 5ാമത്തെ ബ്രെഡാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് നേരത്തെ ചെയ്തതുപോലെ ബ്രഷ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനെ മുഴുവനായിട്ടും നമ്മൾ തയ്യാറാക്കി വെച്ച ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കാം. മുകൾ ഭാഗവും സൈഡും ഒക്കെ മുഴുവനായിട്ടും നമുക്ക് ഇതിനെ അങ്ങ് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിനെ മുഴുവനായിട്ടും ക്രീം കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് അവസാനമായിട്ട് വേണ്ടത് ഇതുപോലെ ഒരു 100 ഗ്രാമോളം ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇതിനെ നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റിനെ മുഴുവനായിട്ടും ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിപ്പോൾ നമ്മൾ 10 മിനിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിലേക്ക് മാറ്റി വെച്ചിരുന്ന കേക്കാണിത്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ക്രീമൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലും അതുപോലെ സൈഡ്സിലും ഒക്കെ ഒന്ന് നല്ല പോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിന് മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വീണ്ടും ഒരു 10 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണിത്. ഇനി നമുക്കിതിനെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ബ്രെഡ് കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്യാതെ തന്നെ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്.
ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനും വേണ്ടിയിട്ട് തുടർന്ന് വരുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.